ദിലീപ് കേരള സർവകലാശാല എംപ്ലോയീസ് സംഘിൻ്റെ നേതാവാണ് ദിലീപ്. നമുക്ക് ദിലീപ് ഈ വാർത്തയ്ക്കൊപ്പം ചേരുന്നുണ്ട്. ദിലീപ്, കേരള സർവകലാശാല സിൻഡിക്കേറ്റ് യോഗത്തിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് പുറത്തു വരുന്നത്. വൈസ് ചാൻസലർ കൊരാവ് ചെയ്യുന്നു, അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് കേടുപാട് വരുത്തുന്നു, ഇങ്ങനെയൊക്കെ ഉള്ള വാർത്തകൾ വരുന്നു. അതോടൊപ്പം തന്നെ സിൻഡിക്കേറ്റിലേക്ക് ഗവർണർ നോമിനേറ്റ് ചെയ്ത വിനോദ് കുമാർ വിജയിക്കുന്ന സാഹചര്യം. അപ്പോഴാണ് ഈ 15 വോട്ടിൻ്റെ തർക്കം ഒക്കെ അവിടെ തുടരുന്നു. എന്താണ് യൂണിവേഴ്സിറ്റിയിലെ സംഭവവികാസങ്ങളെ എങ്ങനെ കാണുന്നു ദിലീപ്? യൂണിവേഴ്സിറ്റിയിലെ ഈ സെനറ്റ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടും നമുക്കറിയാവുന്നതാണ്, ഇതുപോലുള്ള അക്രമ സാധ്യതയുള്ള സംഘർഷം സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം ഈ ഇടതുപക്ഷ സിൻഡിക്കേറ്റ് സെനറ്റ് അംഗങ്ങളും അവരുടെ ഈ വിദ്യാർത്ഥി സംഘടന SFIയും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് വളരെ ശക്തമായിട്ട് ദേശീയതയുടെ പ്രസ്ഥാനം ഒരുമിച്ച് നിൽക്കുകയും അതിനോടൊപ്പം കോടതിയുടെ നിയമ സാധ്യത നമുക്ക് അനുകൂലമായിരുന്നത് കൊണ്ടും നിയമ സംവിധാനം അനുകൂലമായിരുന്നത് കൊണ്ടുമാണ് ഒരു സംഘർഷത്തിലേക്ക് പോകാത്തത്. എന്നാൽ അതിനെ അതിജീവിച്ചുകൊണ്ട് സെനറ്റ് അംഗങ്ങൾ കേരള യൂണിവേഴ്സിറ്റിയിൽ വളരെ ശക്തമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെക്കുകയും സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പ് വരുന്ന സമയം നമ്മുടെ സ്വാഭാവികമായിട്ട് നമ്മുടെ എണ്ണം അനുസരിച്ച് സിൻഡിക്കേറ്റ് അംഗത്തിനെ ലഭ്യമാകും എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോൾ അതിനെ മുളയിലെ നുള്ളിക്കളയാൻ വേണ്ടിയിട്ട് ഉള്ള ശ്രമങ്ങളാണ് ഈ ഇവിടുത്തെ ഇടതുപക്ഷ സെനറ്റ് അംഗങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് രാവിലെ ഈ കൗണ്ടിങ്ങിലെ കോടതിയുടെ പരാമർശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൗണ്ടിങ്ങിൽ ഒരു തർക്കം ഉണ്ടായിരുന്നു. ഒരു സാഹചര്യം സംഘർഷ സാധ്യത സൃഷ്ടിക്കാൻ ശ്രമിച്ചത് ഈ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും അതിനോടൊപ്പം ഇവിടെയുള്ള ഇടതുപക്ഷ സെനറ്റ് അംഗങ്ങളും കൂടി ചേർന്നാണ് VCയെ ഖരാവോ ചെയ്യുകയും അദ്ദേഹത്തിന്റെ തീരുമാനം അദ്ദേഹം രാവിലെ 10 മണിക്ക് തന്നെ അറിയിച്ചു. കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയില്ല, കാരണം വിധി അനുസരിച്ച് കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോടതിയുടെ വ്യക്തമായിട്ടുള്ള ഒരു നിർദ്ദേശം കൂടി ലഭ്യമാകണമെന്ന് അദ്ദേഹം ആദ്യമേ രാവിലെ തന്നെ പറഞ്ഞതാണ്. കാരണം ബഹുമാനപ്പെട്ട കോടതി ഇന്ന് കേസ് ഏറ്റെടുത്തിരുന്നു. അതിനുശേഷം ആ വിധി വന്നതിന് ശേഷമാണ് കോടതിയുടെ വിധിക്ക് അനുസൃതമായിട്ട് അദ്ദേഹത്തിന്റെ തീരുമാനം പറഞ്ഞത്. പക്ഷെ ഇവര് സാറിനെ പ്രകോപിപ്പിച്ചുകൊണ്ടും സാറിനെ ആക്രമിക്കുവാനുള്ള രീതിയിലും തികച്ചും അൺപാർലമെന്ററി ആയിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചാണ് സാറിനോട് പെരുമാറിയത്. സെനറ്റ് അംഗങ്ങളിൽ പലരും സാറിനെ വലിച്ചു പുറത്ത് ഇടണം എന്നുള്ള രീതിയിലൊക്കെ സംഘർഷ സാധ്യതയ്ക്ക് ആക്കം കൂട്ടുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനവും അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭാഷണങ്ങളുമാണ് അദ്ദേഹത്തിന്റെ VCയുടെ ചേംബറിൽ നടന്നത്. അതിനുശേഷം പുറത്ത് ഇങ്ങനെ ഒരു വാർത്ത അറിഞ്ഞു, ഇദ്ദേഹത്തിന്റെ വാഹനത്തിന്റെ കാറ്റ് ഊരുന്ന ഒരു സംഭവം നടന്നു എന്നറിഞ്ഞു. അപ്പൊ പുറത്ത് SFI കുട്ടികൾ തടിച്ചു കൂടിയിരുന്നു. അവര് അക്രമി സംഘം അവിടെ നിന്ന് അകത്തോട്ട് കയറി വന്നിട്ട് പോലീസിനെ അവരെ തള്ളി മറിച്ചുകൊണ്ടാണ് കേരള സർവകലാശാലയുടെ മെയിൻ ഡോറ് ചാടിയാണ് അവര് സെനറ്റ് ഹോൾ ക്യാമ്പസിന്റെ മുന്നിലേക്ക് വന്നത്. അതിനിടയിൽ എന്തുവാണ് ഈ പറഞ്ഞ സംഭവങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. അവിടെ താഴെ ആ രീതിയിൽ ഉള്ള മുദ്രാവാക്യം വിളികളും പരസ്യമായിട്ട് VC അപമാനിക്കുന്ന രീതിയിലേക്കുള്ള അദ്ദേഹം യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ എന്ന പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തെ അപമാനിക്കുന്ന രീതിയിൽ ഒരു വിദ്യാർത്ഥി സംഘടന തന്നെ ആവർത്തിച്ചിട്ടുള്ള അവരുടെ അടിസ്ഥാനപരമായ സ്വഭാവം കാണിക്കുകയാണ് ഇന്നുണ്ടായത്. ഇത്തരത്തില് പ്രതിഷേധം ഉണ്ടെങ്കിലും സത്യത്തിന്റെ ഭാഗം എന്നും വിജയിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ദേശീയതയുടെ അമരക്കാരനായിട്ട് ഒരാള് സിൻഡിക്കേറ്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു, ഡോക്ടർ TG വിനോദ് കുമാർ. ദിലീപ്, അതേപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായിട്ടുണ്ടോ? ഇപ്പോൾ ഈ 96 വോട്ടിൽ ഒരു 15 വോട്ടിൻ്റെ തർക്കമുണ്ട് എന്ന് പറയുന്നു. ഈ വോട്ടിൻ്റെ നടപടിക്രമം, ഈ 15 വോട്ട് മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരു അന്തിമ ഫലപ്രഖ്യാപനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടോ? അതോ ഈ 15 വോട്ടിൻ്റെ ഒരു തർക്കത്തിൽ ഇപ്പോഴും ആ പ്രശ്നം അവിടെ തുടരുകയാണോ ദിലീപ്? അന്തിമ ഫലത്തിലേക്ക് എത്താനുള്ള സാധ്യത വൈകുകയാണ്. കാരണം ഇപ്പോഴും തർക്കം തുടരുകയാണ്. തർക്കം ഇവിടുത്തെ ഇടതുപക്ഷ സിൻഡിക്കേറ്റ് അംഗങ്ങളും മുൻ കോൺഗ്രസ് അനുകൂല സിൻഡിക്കേറ്റ് അംഗവും തമ്മിലാണ് ആ തർക്കം തുടരുന്നത്. അവരുടെ വോട്ടിംഗ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള തർക്കമാണ്. അപ്പം നിലവിൽ വോട്ടിംഗ് തീർന്നിട്ടില്ല. ജനറൽ കാറ്റഗറിയിലേക്ക് ഇനിയും വോട്ടുകൾ എണ്ണാൻ ബാക്കിയുണ്ട്. ഈ ജനറൽ സീറ്റിലാണല്ലോ വിനോദ് കുമാർ LDFലും UDFലും പെടാതെ ഗവർണർ നോമിനേറ്റ് ചെയ്ത ഒരാൾ വിജയിക്കുന്ന ഒരു സാഹചര്യം ആദ്യമായിട്ടാണെന്ന് തോന്നുന്നല്ലേ ഇതേപോലെ ഒരാൾ വിജയിക്കാൻ കഴിയുന്നത്? കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിൽ LDF UDF അല്ലാത്ത ഒരാൾ വിജയിക്കുന്ന ആദ്യമായിട്ടാണോ ദിലീപ്? ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഗവർണർ നോമിനിയായിട്ട് ഒരു ദേശീയതയുടെ ശബ്ദമുള്ള ഒരു വ്യക്തി നമ്മുടെ
യൂണിവേഴ്സിറ്റിയുടെ നന്മയ്ക്കായിട്ട് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുന്നു. അതിനുശേഷം സിൻഡിക്കേറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു. പൂർണ്ണമായും ചിട്ടയായ ഒരു പ്രവർത്തനത്തോടു കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ വിജയത്തിന് തടസ്സമായിട്ട് നിൽക്കാൻ എത്ര കൊടില ശക്തികൾ ശ്രമിച്ചാലും അത് നടക്കില്ല എന്നുള്ളത് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. ആഴ്ചകൾക്ക് മുമ്പ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും ഇത് തെളിയിക്കപ്പെട്ടതാണ്. അവിടെയും തിരഞ്ഞെടുക്കപ്പെട്ടു സിൻഡിക്കേറ്റിലെ ഒരു ദേശീയതയുടെ നേതാവ് എന്നുള്ള രീതിയിൽ അവിടെ ഒരു സിൻഡിക്കേറ്റ് അംഗം ലഭിക്കുകയുണ്ടായി. ഇവിടെ കേരള യൂണിവേഴ്സിറ്റിയിലും മാറ്റം ഒടുവിൽ വന്നിരിക്കുകയാണ്. ഇനിയും മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം കേരള യൂണിവേഴ്സിറ്റിയിൽ. ദിലീപ്, അതേപോലെ തന്നെ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട വിഷയം അല്ലെങ്കിൽ പോലും നമ്മുടെ ഈ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് സംഘിന് അവിടെ ഒരു ഓഫീസ് തുറക്കുന്നതിന് രജിസ്ട്രാർ അനുമതി നൽകാതെ വരുന്നു. ഇടതുപക്ഷ സംഘടനയ്ക്കും അല്ലെങ്കിൽ കോൺഗ്രസ് അനുകൂല സംഘടനയ്ക്കും ഒക്കെ പ്രവർത്തിക്കാൻ അനുമതിയുണ്ട്. പക്ഷേ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് സംഘിന് അവിടെ പ്രവർത്തനാനുമതി നിഷേധിക്കുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ചും രജിസ്ട്രാറുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഒക്കെ നമ്മൾ നേരത്തെയുള്ള മാസങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. എന്താണ് അതിൻ്റെയൊക്കെ ഒരു അവസ്ഥ? എംപ്ലോയീസ് സംഘിന് ഇപ്പോൾ അവിടെ പ്രവർത്തന സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടോ യൂണിവേഴ്സിറ്റിക്കുള്ളിൽ? പ്രവർത്തന സ്വാതന്ത്ര്യം ഇവിടെ അവർക്ക് നിയമപരമായിട്ട് ലഭിച്ചിട്ടുള്ള കെട്ടിടത്തിലല്ല അവരുടെ പ്രവർത്തനങ്ങൾ, സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇവരെല്ലാവരും വർഷങ്ങളായിട്ട് തന്നെ കയ്യേറി ആ മുറികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് സംഘിന് ഒരു മുറി ലഭിക്കുകയും അതിൽ നമ്മുടെ പ്രവർത്തനം ആരംഭിച്ച് മുന്നോട്ട് പോയപ്പോൾ അതിന്റെ ഉദ്ഘാടന ചടങ്ങിനെ അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അന്നത്തെ ബഹുമാനപ്പെട്ട വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന ശ്രീ വി മുരളീധരൻ ജിയെ നമ്മൾ ക്ഷണിച്ചത്. അന്ന് തന്നെ ഇവർക്ക് ഒരു രാഷ്ട്രീയമായ പകപോക്കൽ കാണിക്കാനാണ് അവർ അന്ന് ശ്രമിച്ചത്. ആ ശ്രമമൊക്കെ വിഫലമായെങ്കിലും അദ്ദേഹം ക്യാമ്പസിൽ വരികയും ഇവിടുത്തെ ജീവനക്കാരുമായി സംവദിക്കുകയും എംപ്ലോയീസ് സംഘിന്റെ പ്രവർത്തകരുമായിട്ട് സംവദിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിനുശേഷം തന്നെ നമ്മൾ ആ ഒരു പ്രവർത്തനവുമായിട്ട് വീണ്ടും മുന്നോട്ട് പോവുകയും ഇപ്പൊ നിലവിൽ ആ എംപ്ലോയീസ് സംഘിന്റെ ഓഫീസ് രജിസ്ട്രാറാണ് അത് പൂട്ടിയിട്ട് അടച്ച് ഇട്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നത്. അത് ബഹുമാനപ്പെട്ട VC പറഞ്ഞിട്ട് പോലും അതിനെ ധിക്കരിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ ഒരു നടപടിയിലേക്ക് പോകുന്നത്. അപ്പൊ തന്നെ നമുക്ക് ഇവിടെ ഇലക്ഷൻ പ്രോസസ്സിലെല്ലാം കാണാൻ പറ്റും. പല സമയങ്ങളിലും രജിസ്ട്രാറുടെ മൗനം ഈ അക്രമി സംഘങ്ങൾക്ക് മുതൽക്കൂട്ടാവുന്നുണ്ട്. ബഹുമാനപ്പെട്ട VCയുടെ മുന്നിൽ VCയെ തന്നെ പരസ്യമായിട്ട് അദ്ദേഹത്തിന്റെ നേരെ ആക്രോശിക്കുമ്പോൾ പാഞ്ഞെടുക്കുമ്പോഴൊക്കെ ബഹുമാനപ്പെട്ട രജിസ്ട്രാർ മൗനം പാലിക്കുന്ന കാഴ്ചയാണ് ഇന്ന് VCയുടെ ചേംബറിൽ കണ്ടത്.